രാഹുൽ, 135 അടി 136 അടി ഏത് സമയവും അയക്കാവുന്ന ഒരു സാഹചര്യം മുല്ലപ്പെരിയാറിലുണ്ട്. എന്തായാലും ഈ രാത്രി അണക്കെട്ട് തുറക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാമോ രാഹുൽ? ഹഷ്മി, തീർച്ചയായിട്ടും 2021 സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്നുള്ളത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ധാരണയാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയത്തെ ഈ ഷട്ടർ തുറന്ന് വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുകയുള്ളൂ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ഷട്ടറുകൾ ഉയർത്തി സ്പിൽവേ ഷട്ടറുകൾ വഴി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കാനുള്ളൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. സാധ്യതകൾ മാത്രമാണ് ഇപ്പോഴും കൽപ്പിക്കുന്നത്. എന്തായാലും ഇടുക്കി ജില്ലാ ഭരണകൂടം ഈ ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 135.30 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. രാവിലെ ഉണ്ടായിരുന്നത് 5800 ഘനയടി വെള്ളം സെക്കൻഡിൽ ഡാമിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അതിപ്പോൾ 3800 ഘനയടിയായി കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 2050 അടിയിലേക്ക് 50 ഘനയടിയിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമോ അല്ലെങ്കിൽ 136 അടി പെട്ടെന്ന് ജലനിരപ്പ് ആ ഒരു അളവിലേക്ക് എത്തുമോ എന്നുള്ളൊരു ആശങ്ക വേണ്ട എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ആദ്യം മുതൽ തന്നെ അറിയിക്കുന്നത്. മാത്രമല്ല, ഈ 136 അടി എന്നത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി സംഭരണ ശേഷിയല്ല. റൂൾ കർവ് അനുസരിച്ചുകൊണ്ട് നിലവിൽ സംഭരിക്കാൻ കഴിയുന്ന വെള്ളത്തിന്റെ പരമാവധി അളവ് എന്ന് പറയുന്നതാണ് ഈ 136 അടി. അതിന് മുകളിലേക്ക് ഒരല്പം ജലനിരപ്പ് ഉയർന്നാലും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഏതെങ്കിലും വിധത്തിൽ കനത്ത മഴയാണ് എങ്കിൽ കൂടുതൽ ജലനിരപ്പ് വരുന്നതുവരെ അല്ലെങ്കിൽ കൂടുതൽ വെള്ളം സംഭരിക്കുന്നതിന് ഒരുപക്ഷെ ഇരു സംസ്ഥാനങ്ങളും തീരുമാനമെടുക്കാം. അതുകൊണ്ട് ഏതെങ്കിലും ഈ മുന്നറിയിപ്പുകൾക്കും എടുക്കുന്ന മുൻകരുതലുകൾക്കും കുറവില്ലല്ലോ. ഇപ്പോൾ അതിന്റെ തീരത്തുള്ള 800 ചില്ലുവാനം വീടുകളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം, പെരിയാർ തീരത്തുള്ളവർ ഏത് രീതിയിലുള്ള ജാഗ്രത പാലിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി വ്യക്തത രാഹുൽ. ഹഷ്മി, ഇന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തിടുക്കപ്പെട്ടൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. അത് ആളുകളിൽ ചെറിയ തരത്തിലെങ്കിലും ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ആ ഉത്തരവ് മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ സാധ്യത ഇന്ന് രാത്രി 8 മണിക്ക് തന്നെ ഈ മഞ്ചുമല, ആറ്റോരം, പെരിയാർ, അതുപോലെ തന്നെ അയ്യപ്പൻകോവിൽ, ഉപ്പുതറ ഈ ഭാഗത്ത് ഈ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന 883 കുടുംബങ്ങളിലെ ഏകദേശം 3000-ഓളം ആളുകളെ അടിയന്തരമായി മാറ്റണം, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം, 20 ക്യാമ്പുകൾ തുറക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിരുന്നു. പക്ഷേ അത് ആളുകളിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അത്രയും ആളുകളെ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ഏതെങ്കിലും വിധത്തിൽ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് എങ്കിൽ ഈ ആളുകളെയൊക്കെ മാറ്റാനുള്ള സാവകാശം ലഭിക്കുന്നതാണ്. ഇതിന് മുൻ വർഷങ്ങളിലുമൊക്കെ സമാനമായ രീതിയിലായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഉത്തരവ് വന്നത് ചെറിയ തോതിലെങ്കിലും ആളുകളിലൊരു ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരവ് പിൻവലിക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എന്തായാലും 8 മണിയോടുകൂടി 883 കുടുംബങ്ങളിലെ ആളുകളെ മാറ്റി പാർപ്പിക്കില്ല. പക്ഷേ ജാഗ്രത വേണം. പകൽ സമയത്ത് മാത്രമേ ഷട്ടറുകൾ തുറക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കരാർ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ധാരണ ലംഘിച്ചുകൊണ്ട് രാത്രി സമയങ്ങളിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ വഴി പുറത്തേക്ക് വെള്ളം ഒഴുക്കില്ല. മാത്രമല്ല, 136 അടിയായാൽ മാത്രമേ സ്പിൽവേ ഷട്ടറിലൂടെ വെള്ളം കവിഞ്ഞൊഴുകുകയുള്ളൂ. 136 അടിക്ക് മുകളിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഈ വെള്ളം പുറത്തേക്ക് ഒഴുകാനുള്ള ഒരു സാധ്യതയുള്ളൂ. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല.